ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു മോർണിംഗ് എങ്ങനെയാണ് ഞങ്ങൾ രണ്ടും സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞങ്ങൾ റെഡിയായി ഇങ്ങനെ ഇറങ്ങി പോണ വഴിയെ ഞങ്ങളുടെ കാഴ്ചകളൊക്കെയാണിത്. ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമ്മളിപ്പോൾ ലേക്കിൻ്റെ അടുത്തുള്ള വാക്ക് വേയിലേക്കാണ് പോകുന്നത്. കുറച്ചു നേരം ജോഗ് ചെയ്യും. ദെൻ ഞങ്ങളുടെ ക്വാളിറ്റി ടൈമാണ്. ഞങ്ങൾ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ് ഞങ്ങളുടെ ഈ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇങ്ങനെ മോർണിംഗ് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡേ നല്ല പോസിറ്റീവ് എനർജി കിട്ടണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പോണ വഴി ഇത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സൈഡ് വാക്ക് വേ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എക്യുപ്മെൻറ്റ്സൊക്കെ ആസ് യൂഷ്വൽ ഓൾമോസ്റ്റ് തുരുമ്പൊക്കെ ഇട്ടു. ഒന്നും വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു കാഴ്ച കാണുമ്പോഴേ എനിക്ക് എപ്പോഴും രാവിലെ ഓർമ്മ വരിക എൻ്റെ അമ്മിച്ചി പറഞ്ഞൊരു കഥയാണേ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നദി ഉണ്ടായി, നല്ല ആർത്തുല്ലസിച്ച് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി ആർത്തുല്ലസിച്ച് ഒഴുകായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത പോലെ ഒരു കഠിനമായ വേനൽക്കാലം വന്നു. സൂര്യനാണെങ്കിൽ ഭയങ്കര ചൂടിൽ ആ നദി വറ്റി വളരെയധികം ചെറുതായിപ്പോയി. വളരെ ചെറിയ ഒഴുക്ക്, വളരെ ശാന്തം. നദിക്ക് നല്ല സങ്കടമായേ. പക്ഷെ ആ നദി കാത്തിരുന്നു. അങ്ങനെ ആത്മവിശ്വാസം കളയാൻ നദി റെഡിയായിരുന്നില്ല കേട്ടോ. നദി പിന്നെയും കുറേ വർഷം കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം നല്ലൊരു മഴക്കാലം വന്നു. മഴവെള്ളം തിരിച്ചെത്തിയപ്പോൾ പണ്ടത്തേനേക്കാളും ആഴത്തിലും ഒരുപാട് ശക്തിയായി ഒഴുകാൻ തുടങ്ങി ഈ നദി. ജീവിതം അതുപോലെ തന്നെയാണല്ലോ. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ പിന്നോട്ട് പോകുമെന്ന്. പക്ഷേ അതൊരു കാത്തിരിപ്പിൻ്റെ കാലം മാത്രമായിരിക്കും. പുതിയ ഒഴുക്കിനുള്ള തയ്യാറെടുപ്പ്. ജോഗിങ്ങിന് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ആസ്വദിച്ച് നിൽക്കാറാ പതിവ്. ഓണത്തിന് തുമ്പപ്പൂവിനെ ഒന്നും കണ്ടില്ല. ഇപ്പം നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി മോർണിംഗ് വ്ളോഗ്. ഈ ഒരു ബ്യൂട്ടിഫുൾ വാക്ക് വേ നിങ്ങളെയും കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.